നീതിക്കായി നമ്മുടെ ആളുകൾ ഏറ്റവും അവസാനം ചെന്ന് മുട്ടുന്ന ഇടമാണ് കോടതി എന്ന് പറയുന്നത്. ആദ്യം നീതിക്കായി പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നമ്മുടെ നിയമ സംവിധാനം, നമ്മുടെ ജുഡീഷ്യറി, നമ്മുടെ നിയമസംഹിത BNS ഇവയൊക്കെയാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ നിയമവ്യവസ്ഥയ്ക്കും ഒരാളുടെ നീതിക്കായും നമ്മുടെ ജനങ്ങൾ ആശ്രയിക്കുന്നത്. എന്നാൽ ആ നീതി സംവിധാനം തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിന്നാലോ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോഴിതാ സുപ്രീം കോടതി തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ്. അതായത് ജുഡീഷ്യറി തന്നെ പരമമായിട്ടുള്ള ജുഡീഷ്യറി തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് പറയുന്നത്. ജുഡീഷ്യറിയിലുള്ള പൊതുജന വിശ്വാസം കുറയ്ക്കുന്ന ചില കേസുകൾ അടുത്തിടെ പുറത്തു വന്നിട്ടുണ്ടെന്ന് ചൊവ്വാഴ്ച ഒരു പരിപാടിയിൽ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് BR ഗവായ് പറയുന്നു. ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസായിട്ടുള്ള ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് അടുത്തിടെ വലിയ അളവിൽ കത്തി നശിച്ച രീതിയിൽ പണം കണ്ടെത്തിയ സമയത്താണ് ചീഫ് ജസ്റ്റിസ് ഈ പ്രസ്താവന നടത്തിയത്. ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ ജനാധിപത്യത്തിൽ ആരും അന്വേഷണത്തിന് അതീതരല്ലെന്നും ചീഫ് ജസ്റ്റിസ് ഗവായ് ഇപ്പോൾ പറയുന്നുണ്ട്. UK സുപ്രീം കോടതിയുടെ വട്ടമേശ സമ്മേളനത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ പൊതുജന വിശ്വാസം നിലനിർത്തുക എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് ഗവായ്. അതേസമയം ഏത് സംവിധാനത്തിലും അത് എത്ര ശക്തമാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും ജുഡീഷ്യറിയിൽ പോലും അഴിമതിയും ദുഷ്പെരുമാറ്റവും സംബന്ധിച്ച കേസുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നത് ദുഃഖകരമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ മുഴുവൻ സംവിധാനത്തിലും പൊതുജനങ്ങളുടെ വിശ്വാസം കുറയ്ക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഗവായ് അഭിപ്രായപ്പെടുന്നുണ്ട്. സുതാര്യമായ നടപടിക്രമങ്ങളാണ് നമുക്ക് ആവശ്യമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജുഡീഷ്യറിയിൽ സത്യസന്ധത, സുതാര്യത, വേഗത്തിലുള്ള നടപടി എന്നിവയുടെ ആവശ്യകതയാണ് ജസ്റ്റിസ് ഗവായ് ഊന്നി പറയുന്നത്. ജുഡീഷ്യറിയിൽ പൊതുജന വിശ്വാസം നിലനിർത്തുന്നതിന്, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേഗത്തിലുള്ളതും നിർണായകവും സുതാര്യവുമായിട്ടുള്ള നടപടി ആവശ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യയിലെ സുപ്രീം കോടതി ഇത്തരം കേസുകൾ വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ ഉടനടി നടപടിയെടുക്കുകയും അവ കൈകാര്യം ചെയ്യുന്നതിന് സമഗ്രമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് ഗവായ് പറയുന്നുണ്ട്. എന്തായാലും ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായിട്ടുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം അത് ഇന്ത്യൻ ജുഡീഷ്യറി സ്വീകരിച്ച ചില നടപടികളെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടെ ജഡ്ജിയാണെങ്കിൽ പോലും ആരും അന്വേഷണത്തിന് അതീതരാകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ചീഫ് ജസ്റ്റിസ് അതിനെ അനുകൂലിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജഡ്ജിമാർ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം, അവർക്ക് അന്വേഷണത്തിന് അതീതരാകാൻ കഴിയില്ല. പാർലമെന്റ് അടുത്ത സമ്മേളനത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ സർക്കാർ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവന്നേക്കാമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ എന്നാണ് ചീഫ് ജസ്റ്റിസ് ഗവായ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.